പ്രയാസത്തിൽ ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 37 സങ്കീർത്തനം അതിൻ്റെ 25 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അത്ര മഹത്വം കണ്ടതാണ് ദാവീദ് രാജാവ്. വിശ്വാസികളെ നമ്മളും ഇന്നും അത് കാണുന്നില്ലേ? വചനം കേട്ടോ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരവിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ദൈവമക്കളെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ, വിവാഹപ്രായത്തിലും ഇന്ന് ഈ ശുശ്രൂഷ കൂടുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ കർത്താവ് പ്രവർത്തിക്കും. മാത്രമല്ല, അവൻ്റെ സന്തതി ആഹാരം ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അഞ്ഞിരുക്കത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇന്നു പോലും നമുക്ക് ഒത്തിരി അനുഭവിച്ച് സാക്ഷ്യം പറയാൻ ദൈവം സഹായിക്കട്ടെ. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. കൃപാലുവായി വായ്പ കൊടുക്കുന്ന വചനം, കൃപാലുവായി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കൊടുക്കുന്ന സകല നന്മയും, സമാധാനം, സന്തോഷം, ജീവിതത്തിൽ ദൈവം കൊടുത്ത സകല നന്മകളും കൃപാലുവായിട്ട് ദാനമായി കൊടുക്കുന്ന, വായ്പ കൊടുക്കുന്നവർ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ലേ? പറ്റണ്ടേ? ഒരു പ്രശ്നമായിട്ട് കടന്നു വരുന്നവർക്ക് ആദ്യം വലിയൊരു പ്രശ്നമാക്കി, അതിലും വലിയ പ്രശ്നമാക്കി നമ്മൾ കൊടുക്കുന്നവരല്ല. സ്തോത്രം. ഒരു പ്രശ്നമായി കടന്നു വരുമ്പോൾ ഒട്ടസാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ട സമാധാനത്തോടു കൂടി ഒരു തീരുമാനം നമ്മൾ കണ്ടെത്തി, ഒരു പോംവഴി കണ്ടെത്തി കൊടുത്താൽ അതെത്ര അനുഗ്രഹം മക്കളെ. അങ്ങനെ ചെയ്യാൻ എത്രയോ പേർക്ക് സാധിക്കും. എത്ര പേരത് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നാൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, തിരുവചനത്തിലൂടെ ദൈവം കേൾപ്പിച്ചല്ലോ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന്. കർത്താവെ, വിവാഹപ്രായത്തിലായിരിക്കുന്ന മക്കൾക്കും വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഇതുവരെയും വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾക്ക് തക്കതായ തുണയെ ദൈവം ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഏറ്റവും വലിയവ ചെയ്തെന്ന് പറയാൻ തക്കവണ്ണം തക്കതായ തുണയെ ആമേ, സ്തോത്രം, ദൈവം ഒരുക്കി കൊടുത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരുമിച്ച് സന്തോഷത്തോടെ ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി ജീവനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ സ്തോത്രം. നിത്യം കൃപാലുവായി ദാനം കൊടുക്കുന്നവരായി തീരുവാൻ കർത്താവ് ഒരുക്കണേ. സകല നന്മകൾ കൊണ്ടും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.